നമസ്കാരം. അന്തരിച്ച ഹാസ്യ കലാകാരൻ കൊല്ലം സുധിയുടെ മരണദിവസം താൻ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചുവെന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് മറുപടിയുമായി ഭാര്യ രേണു സുധി രംഗത്ത്. ഈ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും സുധിയുടെ മൃതദേഹം കൊണ്ടുവരാൻ പോയ സംഘത്തിൽ താൻ ഉണ്ടായിരുന്നില്ല എന്നും രേണു സുധി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം സുധിയുടെ മകൻ കിച്ചു തന്റെ ബാല്യകാല അനുഭവങ്ങൾ പങ്കുവച്ച് ഒരു യൂട്യൂബ് വീഡിയോ പുറത്തിറക്കിയിരുന്നു. അച്ഛന്റെ മരണവിവരം അറിഞ്ഞപ്പോൾ തനിക്കൊപ്പമുണ്ടായിരുന്ന ചിലർ ആഘോഷത്തിന്റെ മട്ടിലായിരുന്നുവെന്നും യാത്രാമധ്യേ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുവെന്നും കിച്ചു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ സമയത്ത് രേണു സുധി ഒപ്പമുണ്ടായിരുന്നുവെന്ന് കിച്ചു തന്റെ വീഡിയോയിൽ ഒരിടത്തും പരാമർശിച്ചിരുന്നില്ല. കിച്ചുവിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് രേണു സുധിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായത്. എന്റെ മനുഷ്യരെ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ താൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നു. നിങ്ങൾക്ക് നാണമാകുന്നില്ലേ എന്നും രേണു സുധി ചോദിക്കുന്നു. അന്നത്തെ ദിവസം ആ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല, കാപ്പി പോലും കഴിച്ചിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മൃതദേഹം കൊണ്ടുവരാൻ ഞാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലോ 24-ലോ ഒന്നും താൻ പോയിട്ടില്ല. മനുഷ്യനെ പിറ്റേ ദിവസം പൊങ്ങന്നാളത്തെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് മൃതദേഹം കാണുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ തളർന്നു കിടക്കുകയായിരുന്നു. ഞാൻ പോയിട്ടില്ല. സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ആരോട് വേണമെങ്കിലും ചോദിച്ചു. എന്തിനാണ് ഈ കള്ളം പറയുന്നത്? പിന്നെ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്നും ഫുഡ് കഴിക്കുന്നത്? സത്യം പറഞ്ഞിട്ട് വേണം സംസാരിക്കാൻ എന്ന് കിച്ചുവിൻ്റെ വീഡിയോയ്ക്ക് ശേഷം തനിക്കെതിരെ നടത്തിയ സൈബർ ആക്രമണം ശക്തമായപ്പോൾ രേണു സുധി നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ്. എന്തായാലും മുൻപും രേണു സുധി വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. താൻ ഇതുവരെ പറയാത്ത പല കാര്യങ്ങളുണ്ടെന്നും ആത്മഹത്യയിൽ നിന്ന് തന്നെ പിടിച്ചു നിർത്തുന്ന ചില കാര്യങ്ങളാണെന്നും ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് എന്നുമാണ് രേണു സുധി എന്ന് പറഞ്ഞത്. കൊല്ലം സുധിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ഉണ്ടായിരുന്ന സൈബർ ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ഈ പുതിയ വ്യാജ പ്രചരണങ്ങൾ. അച്ഛന്റെ വിയോഗത്തിന് പിന്നാലെ തന്റെ ജീവിതത്തിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചും വീട്ടിൽ നേരിട്ട കടുത്ത അവഗണനയെക്കുറിച്ചും കിച്ചു സുധി നടത്തിയ വെളിപ്പെടുത്തലുകൾ മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. 1.5 വയസ്സുള്ളപ്പോൾ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയത് മുതൽ കിച്ചുവിന്റെ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. അച്ഛൻ കൊല്ലം സുധി പിന്നീട് വീണ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല. ആ ദാമ്പത്യം തകർന്ന ശേഷമാണ് രേണു സുധി അച്ഛന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞുവെന്നും കിച്ചു ഓർത്തെടുക്കുന്നു. വീട്ടിൽ താൻ അനുഭവിച്ച ഒറ്റപ്പെടൽ വളരെ വലുതായിരുന്നുവെന്നും കിച്ചു പറയുന്നു. രേണുവിൻ്റെ വീട്ടുകാരുടെ എല്ലാ ചെലവുകളും നോക്കിയിരുന്നത് തൻ്റെ അച്ഛനായിരുന്നു. എന്നാൽ അച്ഛനൊഴികെ വീട്ടിലെ മറ്റാരും തന്നോട് മിണ്ടാനോ വിശേഷങ്ങൾ ചോദിക്കാനോ തയ്യാറായിരുന്നില്ല. ഒരു മുറിക്കുള്ളിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ മാത്രം ഒതുങ്ങിപ്പോയ തൻ്റെ ജീവിതം ആരും ശ്രദ്ധിച്ചില്ലെന്നും സ്വന്തം വീട്ടിൽ തന്നെ ഒരു അന്യനായി കഴിയേണ്ടി വന്നുവെന്നും കിച്ചു വെളിപ്പെടുത്തി. അച്ഛൻ്റെ സ്നേഹം മാത്രമായിരുന്നു ആ വീടുമായി തന്നെ അടുപ്പിച്ചിരുന്ന ഏക ഘടകം. അച്ഛനോടുള്ള തൻ്റെ അടുപ്പം പോലും പലപ്പോഴും വീട്ടിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ അച്ഛനോടൊപ്പം പോകുന്നത് രേണുവിന് ഇഷ്ടമായിരുന്നില്ലെന്നും കിച്ചു ആരോപിക്കുന്നു. അച്ഛനോട് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും താൻ കണ്ടെത്തിയിരുന്ന ഇത്തരം അവസരങ്ങൾ പോലും പലപ്പോഴും തടസ്സപ്പെട്ടു. വീട്ടിൽ ആരുടെയും പിന്തുണയില്ലാതെ മാനസികമായി തളർന്ന നിമിഷങ്ങളിലും അച്ഛനായിരുന്നു ഏക ആശ്വാസം. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ അച്ഛൻ്റെ അപകട വാർത്ത തൻ്റെ ലോകം തന്നെ ഇല്ലാതാക്കിയെന്നും ആ നിമിഷം ശരീരം തണുത്തുപോയെന്നും അടക്കമുള്ള വളരെ വികാരാധീനനായ സംസാരവുമായാണ് മൈ ലൈഫ് സ്റ്റോറി എന്ന തലക്കെട്ടോടുകൂടി കിച്ചു സുധി സ്വന്തം യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇതിനെ തുടർന്നാണ് രേണു സുധിക്ക് നേരെ സൈബർ ആക്രമണം കടുത്തത്.